പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭാമധ്യം നിൽപ്പാൻ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തോട് ഞാൻ ആദ്യം തന്നെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ പാസ്റ്റർ അങ്കിൾ, കുടുംബം, പിന്നെ 2 ദേവദാസന്മാർ വരാനുണ്ടല്ലോ, അവർക്കായും സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വേഗത്തിൽ വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. സങ്കീർത്തനങ്ങളിലെ 13-ാം സങ്കീർത്തനമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 13-ാം സങ്കീർത്തനത്തിൽ 6 വാക്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ 6 വാക്യങ്ങളുള്ള സങ്കീർത്തനത്തെ 2ആയി ഭാഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഠിനമായ കഷ്ടങ്ങളിലൂടെ പോകുന്ന ദാവീദിന്റെ ദൈവത്തോടുള്ള നിലവിളിയാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ എത്രത്തോളം എന്ന ചോദ്യത്തോടെയാണ്. എൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? ഈ വാക്യത്തിൽ എത്രത്തോളം എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. കർത്താവെ, എത്രത്തോളം ഞാനിതിന് മുൻപോട്ട് കൊണ്ടുപോകും, എത്രത്തോളം ഞാനിത് സഹിക്കും, എത്രത്തോളം എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്കിനി കഴിയില്ല കർത്താവെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കർത്താവ് പറയുന്നത് നമുക്ക് എല്ലാത്തിനും ഒരു അതിര് വെച്ചിട്ടുണ്ട് ദൈവം. ആ അതിര് കഴിഞ്ഞ ദൈവം നമുക്ക് ഒന്നും ചെയ്യത്തില്ല. നമുക്ക് കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. പലരുടെ മധ്യയിൽ നിന്ന് പരിഹാസങ്ങളും നിന്ദകളും ഏൽക്കേണ്ടി വന്നാലും അതിനൊക്കെ ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവഹിതമായി നാം കണക്കിടേണ്ടതാണ്. ഇതിലെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് ദാവീദിന്റെ നിരാശകളെ പറ്റി പറയുന്നത്. ദാവീദ് ദൈവത്തോട് നിരാശകളെ പറ്റിയും തന്റെ വിമർശനങ്ങളെ പറ്റിയും മറ്റു പലതും കാര്യങ്ങളും പ്രാർത്ഥനയായി ദൈവത്തോട് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം 5-6 വാക്യങ്ങളിൽ ദാവീദ് ഉണർവിന്റെ ഒരു അനുഭവം ദാവീദിന് വെളിപ്പെടുകയാണ്. ദാവീദ് വിശ്വാസത്തോട് പ്രാർത്ഥന നിർത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2-ാം വാക്യത്തിൽ നമ്മൾ മടങ്ങി വരുമ്പോൾ, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും, എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? ഈ ചോദ്യം നമുക്കറിയാം. ഒരു ശത്രുവിന്റെ മുൻപിൽ നമ്മൾ പരാജയപ്പെട്ട, നമ്മളെ ഇഷ്ടമില്ലാത്തവരുടെ, നമ്മൾ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തെ നിന്ദിക്കാനുള്ള ഏറ്റവും വലിയ കാരണം അതായി തീരും. പക്ഷേ ശത്രുവിന് മുൻപിൽ നമുക്ക് മേശയൊരുക്കുന്ന ഒരു കർത്താവുണ്ട്. പരിഹസിക്കാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. എത്ര കഷ്ടങ്ങൾ വന്നാലും അതിന് മധ്യ പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമുള്ളത്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമുള്ളത്. ദാവീദിന്റെ ജീവിതത്തിലും ദാവീദ് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് നമുക്കറിയാം. ദാവീദ് എപ്പോഴും ദൈവത്തോട് അടുപ്പമുള്ള ഇടപെട്ടിരുന്ന ഒരു മനുഷ്യനാണ് ദാവീദ്. ഇവിടെ മുഖം മറയ്ക്കുക എന്നും നീ എന്നെ മറന്നു പോയോ എന്നൊക്കെ ദാവീദ് ഇങ്ങനെ നിരാശകൾ ദൈവത്തോട് പറയുന്നുണ്ട്. സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തിന്റെ ഒരു ഇടപെടൽ നമുക്ക് അനുഭവപ്പെടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ദൈവമേ, നീ എന്നെ മറന്നു പോയോ? എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞോ നീ? നമ്മളെ പറ്റി ചിന്തയില്ലെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ കർത്താവ് പറയുന്നത് കർത്താവ് നമ്മളെ മറന്നിട്ടില്ല. നമ്മളെ മറക്കുന്ന ദൈവമല്ല കർത്താവ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് ഇവിടെ ജീവനോടെ നിലനിൽക്കുന്നത്. ഇവിടെ നമുക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവം മറന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ ലോകത്ത് കാണപ്പെടേണ്ടവരല്ലായിരുന്നു. ഇവിടെ മുഖത്തെ മറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ ഒരു മൗനത്തെയാണ്. നമ്മൾ ദൈവത്തോട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാവീദ് പെട്ടെന്ന് ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി മറുപടി വരാതിരിക്കുമ്പോൾ ദാവീദ് കരുതുന്നത് ദൈവം മൗനമായിട്ടിരിക്കുകയാണ്, ദൈവം തന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നില്ല എന്നൊക്കെയാണ്. പക്ഷെ ദൈവത്തിന്റെ മൗനത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. ദൈവം മൗനമായിട്ടിരിക്കുന്നുവെങ്കിൽ അതിന് പിറകിലെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നമുക്ക് വലിയ പ്രവൃത്തി ചെയ്യാനായിരിക്കും. ഒരു മൗനത്തിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ വാശിയോ, ഇപ്പൊ നമ്മൾ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മൗനത്തിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ വാശിയോ അല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ദൈവത്തിന്റെ മൗനത്തിന്റെ പിറകിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വലുതെന്തോ ചെയ്യാനായിട്ടുള്ള ദൈവത്തിന്റെ ഹിതമാണ്. പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ ദൈവം സാധിച്ചു തരത്തില്ലായിരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു അപ്പൻ തൻ്റെ മകനോടോ മകളോടോ മകളും മകൻ അപ്പനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ട് പക്ഷേ നമ്മുടെ അപ്പനാണെങ്കിൽ അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നതിനും ചില സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനും ഓരോ കാരണങ്ങൾ കാണും. അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവും. നമുക്ക് വേണ്ടുന്നത് മാത്രമേ കർത്താവ് നമുക്ക് ചെയ്തു തരത്തുള്ളൂ. നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്ന ഒന്നും കർത്താവ് നമുക്ക് തരത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ്. നമുക്ക്
അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് ഉപയോഗപ്പെടുത്തും, അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല, അതിന്റെ പ്രായം നമുക്കിപ്പോൾ ആയിട്ടില്ല എന്നൊക്കെ കർത്താവിന് അറിയാം എന്തൊക്കെയാണെന്ന്. പക്ഷെ നമുക്കത് പലപ്പോഴും അറിയാതെ പോകുന്നതാണ്. പലപ്പോഴും പല പ്രാർത്ഥനകളും പല ആവശ്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കുമെങ്കിലും ദൈവം അതിന് മറുപടി തന്നില്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ആമേൻ, ഒരു സ്കൂട്ടർ ആയിരിക്കും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്, എന്നാൽ ചിലപ്പോൾ ദൈവം നമുക്കൊരു ബെൻസിന്റെ കാർ എങ്ങാണായിരിക്കും, അല്ലെങ്കിൽ BMW ഒക്കെ തരാനായിരിക്കും ആഗ്രഹപ്പെടുന്നത്. ആമേൻ, വലിയ ലക്ഷ്യങ്ങളുണ്ട് ദൈവത്തിന്റെ മൗനത്തിന് പിറകിൽ എന്ന് നാം ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിപ്പാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അമേൻ. അത്രയും നേരം ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യം തന്റെ നിരാശകളെ, മറന്നുപോയോ, ദൈവം എന്നെ മറന്നുപോയോ, എൻ്റെ യാചനകൾക്ക് മറുപടി ഇല്ലെന്നൊക്കെ ആണെങ്കിലും മൂന്നാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്നാണ്. തിരിച്ചറിവാണ് ദാവീദിന് അവിടെ വരുന്നത്. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയുന്നതല്ല പ്രാർത്ഥന. ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടതാണ്. ദൈവിക വെളിപ്പാട് അനുഭവിച്ചറിയാനുള്ളൊരു കൃപയും കൂടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നാലാം വാക്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ, ഞാൻ ഭ്രമിച്ചു പോകുന്നതിനേക്കാൾ എൻ്റെ വൈരികൾ ഉല്ലാസിക്കുകയും അരുതേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. ഈ വാക്യത്തില്, നാലാം വാക്യത്തിൽ പറയുന്നത് ശത്രുവിന്റെ മുൻപിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് ദാവീദിന്റെ പ്രാർത്ഥനയാണ്. ദാവീദ് ഒരു ഭക്തനായ മനുഷ്യനാണ്. ദാവീദിന്റെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ, ദാവീദ് നിന്ദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തെ പരിഹസിക്കാനുള്ള ഏറ്റവും വലിയ കാരണമായി തീരും ദാവീദിന്റെ ശത്രുക്കൾക്ക്. നീതിമാന്റെ പരാജയം അധർമ്മികളുടെ ആത്മവിശ്വാസം കൂട്ടുമെന്നൊരു വാക്യമുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ദിവസങ്ങളിൽ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. ദാവീദിന് ഈ 5-ാം വാക്യം മുതലാണ് ദാവീദിന് ഒരു തിരിച്ചറിവ് സംഭവിക്കുന്നത്. അത്രയും നേരം നിരാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ദാവീദ് ഒരു സ്റ്റെപ്പ് വിശ്വാസത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാവുകയാണ്. വിശ്വാസത്തോടെ പറയുകയാണ്, ഞാൻ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എന്നും എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കുമെന്ന്. നന്മ കിട്ടുന്നതിന് മുൻപ് തന്നെ ദാവീദ് പറയുന്ന കാര്യമാണ്, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കുമെന്ന്. ഇതുപോലെ ആയിരിക്കണം നാം ഓരോരുത്തരും. ദൈവം നമുക്ക് നന്മ ചെയ്തിട്ടല്ല നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്, പകരം ദൈവം നന്മ ചെയ്യുന്നതിന് മുൻപേ അവൻ നന്മ ചെയ്യാൻ ശക്തനായ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം അവനെ സ്തുതിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ദൈവം അത് തന്നെയാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നതാണല്ലോ. അവസാനത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടുമെന്നാണ്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കിയാൽ സ്തോത്രം എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയാനായിട്ട്. പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ പറയുന്നത്, ദൈവമേ എനിക്ക് നന്മ ചെയ്യണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾ സ്വന്തം അപ്പനെ നമ്മുടെ ദൈവത്തെ കാണണം എന്ന് നമ്മൾ പറയണം. എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയണം. നമ്മുടെ ഭാരങ്ങളെ സ്തുതികളാക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഭാരത്തോടെ ആണെങ്കിലും അത് നമ്മൾ സ്തുതികളാക്കി മാറ്റണം. ദൈവത്തോടുള്ള സ്തുതികളാക്കിയാണ് നാം പ്രാർത്ഥന കഴിക്കേണ്ടതെന്ന് നാം ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഓർക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എത്ര നേരം കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.